LDF പരാജയം സമ്മതിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ റൗണ്ട് വാർഡ് വിഭജനം പരിശോധിക്കണം. തികച്ചും അശാസ്ത്രീയമാണ്. ഇത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന രൂപത്തിലാണ്. CPM-ന് എന്തെല്ലാം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ എന്തെല്ലാം തരത്തിൽ വാർഡുകളെ വികൃതമായി വെട്ടിമുറിക്കാമോ ദാറ്റ് ഈസ് ബീയിങ് ഡൺ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗിൽ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച ആളുകളോട് ചോദിച്ചത് ഒരു മിനിറ്റ് നേരം, ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് അവസാനിപ്പിക്കണം. അത് പെൻസിൽ കൊണ്ടാണ് എഴുതിയെടുത്തത്. വളരെ ദൗർഭാഗ്യകരമാണ്. ചിലരോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് മാറ്റാമല്ലോ എന്ന്. ഡിലിമിറ്റേഷൻ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. പാർലമെന്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള ഡിലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. അത് പാർലമെന്റ് ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, LDF-ന്റെ ആശങ്കയാണ് ഈ വാർഡ് വിഭജനം ഇത്തരത്തിൽ അശാസ്ത്രീയമാക്കാതെ അവർക്ക് നിക്കക്കള്ളിയില്ല, നിലനിൽപ്പില്ല എന്ന് അവർ മനസ്സിലാക്കിയാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വാർഡുകൾ ശാസ്ത്രീയമായിരിക്കണം. അതിന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമുണ്ട്. അത് പൊതുനയമാണ്. അത് ഭൂമിശാസ്ത്രപരമായിരിക്കണം. ജനങ്ങളുടെ സൗകര്യം അതിൻ്റെ അകത്ത് പരിഗണിക്കണം. യാത്രാ സൗകര്യം, വാർത്താവിനിമയ സൗകര്യം, ഇതെല്ലാം പരിഗണിക്കണം. പക്ഷേ അതൊന്നും ഒരു മാനദണ്ഡമാക്കാതെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രമാണ് അതിൽ കണക്കിലെടുത്തിട്ടുള്ളത്. അത് LDF-ന്റെ പരാജയ സമ്മതമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കൃത്രിമങ്ങളെയും ഈ അശാസ്ത്രീയതയും മറികടന്നുള്ള ജനവികാരം UDF-ന് അനുകൂലമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ മാറും.